നമസ്കാരം. 7 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും ഉൾപ്പെടെ 57 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് നടക്കുകയാണ് നാളെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം, 7ാം ഘട്ടം. എന്തായാലും ഈ 7ാം ഘട്ടത്തിൽ ഏറ്റവും അധികം ജനശ്രദ്ധ പിടിച്ചുപറ്റുന്ന അല്ലെങ്കിൽ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന കുറച്ച് മണ്ഡലങ്ങളും സ്ഥാനാർത്ഥികളുമുണ്ട്. ഒരുപക്ഷെ നാളെ രാജ്യത്തിന്റെ മുഴുവൻ ഈ മണ്ഡലങ്ങൾ തന്നെയായിരിക്കും. അതിൽ ഒന്നാമത്തെ മണ്ഡലം നമുക്കറിയാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന ഉത്തർപ്രദേശിൽ നിന്നുള്ള വാരണാസി മണ്ഡലമാണ്. 3ാം തവണയും അധികാരം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നരേന്ദ്രമോദി ഇവിടെ മത്സരിക്കുന്നത്. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം കൂടി ബിജെപിക്കുണ്ട്. റെക്കോർഡ് ഭൂരിപക്ഷം നരേന്ദ്രമോദിക്ക് വാങ്ങി നൽകുക എന്നുള്ളത്. മോദിക്കെതിരെ വാരണാസിയിൽ മത്സരരംഗത്തുള്ള പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ അധ്യക്ഷൻ കൂടിയായ അജയ് റായ് തന്നെയാണ്. മാത്രമല്ല, മറ്റ് 6 പേർ കൂടി ഇവിടെ മത്സരരംഗത്തുണ്ട്. വാരണാസി മണ്ഡലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ തന്നെയായിരിക്കും നാളെ ഏറ്റവും അധികം മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാൻ പോകുന്നത്. അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് പാട്ന സാഹിബാണ്. പഞ്ചാബിൽ നിന്നുള്ള മണ്ഡലമാണ്. അവിടെ ബിജെപി നേതാവും നിലവിലെ സിറ്റിംഗ് എംപിയുമായ രവിശങ്കർ പ്രസാദ് ആണ് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. മുൻ ലോക്സഭാ സ്പീക്കർ കൂടിയായ മീര കുമാറിന്റെ മകനായ അൻഷുൽ അഭിജിത്തിനെയാണ് കോൺഗ്രസ് ഇവിടെ ബിജെപിക്കെതിരെ നിർത്തിയിരിക്കുന്നത്. അടുത്ത മണ്ഡലം മാണ്ഡിയാണ്. ബോളിവുഡ് താരം കങ്കണ റണൌത്തിന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് തന്നെയാണ് ഈ മാണ്ഡി മണ്ഡലം വാർത്തകൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ ബിജെപി ടിക്കറ്റിലാണ് മത്സരിക്കാൻ പോകുന്നത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി വിക്രമാദിത്യ സിംഗ് ആണ് രംഗത്തുള്ളത്. 6 തവണ ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന വീർഭദ്ര സിംഗിന്റെ മകൻ കൂടിയാണ് ഈ വിക്രമാദിത്യ സിംഗ് എന്ന് പറയുന്നത്. വിക്രമാദിത്യയും കങ്കണ റാവത്തും തമ്മിലുള്ള പോരാട്ടം കൊണ്ട് തന്നെ മാണ്ഡിയും വലിയ ശ്രദ്ധ നേടുന്നുണ്ട്. അടുത്തത് ഹമീർപൂർ ലോക്സഭാ മണ്ഡലമാണ്. ഹമീർപൂർ ലോക്സഭാ മണ്ഡലത്തിൽ സിറ്റിംഗ് എംപിയും കേന്ദ്രമന്ത്രിയുമായ അനുരാഗ് താക്കൂർ ആണ് ബിജെപിക്ക് വേണ്ടി മത്സരിക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സര രംഗത്തുള്ളത് സദ്ബാൽ റൈസാദയാണ്. ഇവർ തമ്മിലുള്ള പോരാട്ടവും മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നുണ്ട്. അടുത്ത മണ്ഡലം മയൂർഭഞ്ച് ആണ്. പല തവണ വാർത്തകൾ ഇതിനോടകം തന്നെ നിറഞ്ഞ മണ്ഡലമാണ്. ഒഡീഷയിൽ നിന്നുള്ള ലോക്സഭാ മണ്ഡലമാണ്. നമ്മുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിന്റെ സ്വന്തം മണ്ഡലമാണ് ഈ മയൂർഭഞ്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദ്രൗപദി മുർമുവിന്റെ ഒപ്പമുള്ള ഗോത്ര വിഭാഗങ്ങളാണ് ഈ മണ്ഡലത്തിലെ വിജയിയെ നിർണ്ണയിക്കാൻ പോകുന്നത്. നിലവിൽ ഈ സീറ്റ് ബിജെപിയുടെ കൈവശമാണുള്ളത്. പക്ഷേ ബിജെഡിയും അതിനോടൊപ്പം കോൺഗ്രസും ഈ സീറ്റിന് വേണ്ടി വലിയ പോരാട്ടം തന്നെയാണ് നടത്തുന്നത്. ഈ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ വിഷയം പോലും നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു തന്നെയായിരുന്നു. അടുത്ത മണ്ഡലം അമൃത്സർ ആണ്. അവിടെ മുൻ സഖ്യകക്ഷികളായ ബിജെപിയും ശിരോമണി അകാലിദളും കോൺഗ്രസും തമ്മിലുള്ള ഒരു ത്രികോണ മത്സരമാണ് നടക്കുന്നത്. കോൺഗ്രസിന്റെ നിലവിലെ എംപി ഗുർജീത് ഔജ്വാലയ്ക്കെതിരെ അകാലിദളിന്റെ അനിൽ ജോഷിയും അതിനോടൊപ്പം ബിജെപിയുടെ തരൺജിത് സിംഗ് സദ്ദുവുമാണ് മത്സരത്തിന് ഇറങ്ങുന്നത്. ഈ അകാലിദൾ ഇക്കുറി സഖ്യമില്ലാതെ മത്സരിക്കുന്നത് കൊണ്ട് തന്നെ വലിയ പ്രാധാന്യം ഈ അമൃത്സർ മണ്ഡലത്തിനും ലഭിക്കുന്നുണ്ട്. അടുത്തത് പഞ്ചാബിൽ നിന്ന് തന്നെയുള്ള ഖാദർ സാഹിബ് മണ്ഡലമാണ്. ഈ മണ്ഡലം മാധ്യമ ശ്രദ്ധ നേടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഖാലിസ്ഥാൻ തീവ്രവാദിയും വാരിസ് പഞ്ചാബ് ദേ തലവനുമായ അമൃത്പാൽ സിംഗിന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് തന്നെയാണ്. അമൃത്പാൽ സിംഗ് ഈ മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്രനായാണ് മത്സരിക്കുന്നത്. മാത്രമല്ല, ആം ആദ്മി പാർട്ടി, കോൺഗ്രസ്, ബിജെപി, അകാലിദൾ എന്നിവരുടെ സാന്നിധ്യവും ഈ മണ്ഡലത്തിൽ ഉണ്ട് എന്നത് വളരെ ശ്രദ്ധേയമാണ്. പഞ്ചാബിൽ തന്നെയുള്ള ഫിറോസ്പൂർ മണ്ഡലം ഇവിടെ അകാലിദളിന്റെ ശക്തി കേന്ദ്രം ആണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഈ സീറ്റിൽ നിന്ന് മുൻ അകാലിദൾ എം പി കൂടിയായ ഷേർസാ സിംഗ് ഗുബായ 2ാം തവണയും കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കാൻ ഒരുങ്ങുകയാണ്. ആം ആദ്മി പാർട്ടി തങ്ങളുടെ MLA ആയ ജഗ്ദീപ് സിംഗ് കാക്ക ബ്രാറിനെ മത്സരിപ്പിക്കുമ്പോൾ അകാലിദൾ മുൻ എംപിയുടെ മകൻ നർദേവ് സിംഗ് മാനെയാണ് മത്സരിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഇനി അടുത്തത് കൊൽക്കത്തയാണ്. കൊൽക്കത്തയിലെ പശ്ചിമ ബംഗാൾ തലസ്ഥാന നഗരിയിലുള്ള 2 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് മുഴുവൻ ദേശീയ ശ്രദ്ധയും പതിയുന്നത്. കാരണം ഉത്തര കൊൽക്കത്തയും ദക്ഷിണ കൊൽക്കത്തയും തന്നെയാണ് ഈ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ. ഇത് രണ്ടും നിലവിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളാണ്. ഈ സീറ്റുകളിൽ ബിജെപിക്ക് കടന്നു കയറാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നാളെ ഏറ്റവും അധികം വാർത്തകളിൽ നിറയാൻ പോകുന്നത് ഈ മണ്ഡലങ്ങളൊക്കെ തന്നെയായിരിക്കും. ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ തന്നെയായിരിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. അതിനോടൊപ്പം തന്നെ കങ്കണ റണൌത്ത് ഉൾപ്പെടെയുള്ള താരങ്ങൾ, അമൃത്പാൽ സിംഗിനെ പോലെയുള്ള വിഘടനവാദികൾ, അങ്ങനെ എല്ലാവരും കൂടി ചേരുന്ന ഒരു ഘട്ടമാണ് ഈ 7ാം ഘട്ട തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. മിക്ക മണ്ഡലങ്ങളിലും വളരെ ശക്തമായ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. ആർക്കും കൃത്യമായ മേൽക്കൈയൊന്നുമില്ല. എങ്ങോട്ട് വേണമെങ്കിലും തിരിയാവുന്ന മണ്ഡലങ്ങളാണ് ഈ ഘട്ടത്തിൽ അധികവും എന്നതുകൂടി എടുത്തു പറയേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.